ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 31 അത് ഏകത്രിംശതമോऽധ്യായः മൈത്രേയ ഉവാച ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ തദ ഉത്പന്ന വിജ്ഞാന അച്യുതോക്ഷജഭാഷിതം സ്മരന്ത ആത്മജേ ഭാര്യാം വിസൃജ്യ പ്രാവ്രജൻ ഗൃഹാത് ദീക്ഷിത ബ്രഹ്മസത്രേണ സർവഭൂതാത്മമേധസ പ്രതീജാം ദിശി വേലായാം സിദ്ധോ അബുദ്ധ്യത്ര ജാജലിഹേ താൻ നിർജിത പ്രാണമനോവചോദൃശോ ജിദാസനാൻ ശാന്തസമാന വിഗ്രഹാൻ പരേ അമലേ ബ്രഹ്മണി യോജിതാത്മനഃ സുരാസുരേഡ്യോ ദദൃശേ സ്മ നാരദഃ തമാഗതം തവുത്തായ പ്രണിപത്യാഭിനന്ദ്യ ച പൂജയിത്വാ യഥാ ദേശം സുഹാസേന മദാബ്രുവൻ പ്രചേതസ ഊജുഃ സ്വാഗതം ദേ സുരേർഷേ അദ്യ ദൃഷ്ടാനോ ദർശനം ഗതഃ തവ ക്രമണം ബ്രഹ്മന്നഭയായ യഥാ രവേഹേ യഥാ ദൃഷ്ടം ഭഗവതാ ശിവേനാദോക്ഷജേന ച തദ്ഗൃഹേഷു പ്രസക്താനാം പ്രായശഃ ക്ഷപിതം പ്രഭോ തന്നഃ പ്രദ്യോതയാദ്യാത്മജ്ഞാനം തത്വാർത്ഥദർശനം യേനാഞ്ജസാ ധരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. മൈത്രേയ ഉവാച ഇതി പ്രചേതസാംപൃഷ്ടോ ഭഗവാൻ നാരദോ മുനിഃ ഭഗവത്യുത്തമ ശ്ലോക ആവിഷ്ടാത്മാ ബ്രവീൻ നൃപാൻ. നാരദ ഉവാച തജ്ജന്മ താനി കർമാണി തദായുസ്തന്മനോവചഃ നൃണാം യേനേക വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വരഃ കിം ജന്മഭിസ്ത്രീഭിർവേഹ ശൗക്ലാ സാവിത്രയാത്മികൈഃ കർമ്മഭിർവാ ത്രയീ പ്രോക്തൈഃ പുംസോ അപി വിബുധായുഷാ ശ്രുതേന തപസാ വാക്യം വചോഭിശ്ചിത്തവൃത്തിഭിः ബുദ്ധ്യാ വാക്യം നിപുണയാ ബലനേന്ദ്രിയരാധസാ കിം വാ യോഗേന സാഖ്യേന നാസസ്യാധ്യായയോരഭി കിം വാ ശ്രേയോഭിരന്യശ്ച ന യത്രാത്മപ്രദോ ഹരിഃ ശ്രേയസാമപി സർവേഷാമാത്മഹ്യവ്യതിരർത്ഥതഃ സർവേഷാമപി ഭൂതാനാം ഹരിരാത്മാ ആത്മദ പ്രിയഃ യഥാ തരോർമൂലനിഷേചനേന തെപ്യന്തി തസ്കന്ധഭുജോപശാഖാഃ പ്രാണോപകാരാചയതേന്ദ്രിയാണാം തദൈവ സർവാഹണമച്യുതേജ്യ യദൈവ സൂര്യാത് പ്രഭവന്തി ഭാരഃ പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമോ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹഃ ഏതത്പദം തജ്ജഗദാത്മനഃ പരം സഖ്യദ്വിവാദം സവിതുര്യതാ പ്രഭാ യഥാ സവോ ജാഗ്രതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനവിദാ ഭ്രമാത്യയഃ യഥാ നഭസ്യ ഭ്രതമഃ പ്രകാശ ഭവന്തി ഭൂപാന ഭവന്ത്യനുക്രമാത്. ഏവം പരേ ബ്രഹ്മണി ശക്തയസ്തുമോ രജസ്തമഃ സത്വമിതി പ്രവാഹഃ തേനൈകാത്മാനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേശം സ്വതേജസാ ദ്വസ്തഗുണപ്രവാഹ മാത്മൈകഭാവേന ഭജദ്വമദ്ദ ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേന വാ സർവേന്ദ്രിയോപശാന്ത്യാ ച ദുഷ്ട്യാ ത്യാജോ ജനാർദ്ദനഃ അപഹത സകലൈഷണമലാത്മാ ന്യവരിത മേദിത ഭാവനോ ബഹൂദഃ നിജജനവശ ഗത്വമാത്മനോ വയം
न सरति चित्रवदक्षरः सदां हि न भजति कुमिनीषीणां स यज्ञां हरिरदनाल्पदनप्रियो रसज्ञः श्रुतधनकुलकर्माणां मदैर्ये विदति पापमकिञ्जनेषु सल्सु श्रियमनुचरतिं तदर्थेन च दिवदपदेन् विबुधां च यल्स्वपूर्णः न भजति निजभर्तृवर्गतन्त्रः कथममु मुद्दिस्यजेत् पुमान् कृतज्ञः मैत्रेय उवाच इति प्रचेदसो राजन्यन्या च भगवत्कथाः श्रावयित्वा ब्रह्मलोकं ययौ स्वयंभुवो मुनिः ते अपि तन्मुखनिर्यातं यशो लोकमलापकं हरिर्निशम्य तत्पादं ध्यायन्त सद्गतिं ययुः एतत्ते अभिहितं क्षत्रियन्मां तं परिपृष्टवान् प्रचेदसां नारदस्य संवादं हरिकीर्तनम् श्रीशुकोवाच य एष उत्थानवतो मानवस्यानुवर्णितः वंशः प्रियव्रतस्यापि निबोध नृपसत्तमा यो नारदादात्मविद्यामधिगम्य पुनर्महिं भुक्त्वा विभज्य पुत्रेभ्यः ऐश्वर्यं समगात्पदम् इमां तु कौशारविणोपवर्णितां क्षत्ता निशम्याजितवादसद्गदां प्रवर्धभावो अश्रुकलाकुलो मुने ददारमोदनाचरणं हृदाकरेः विदुर उवाच सोऽयमद्य महायोगिन् भवदा करुणात्मना दर्शितस्तमसखा पारो यत्र किञ्जनको हरिः श्रीशुकोवाच इत्यानम्यतमामन्त्र्य विदुरो गजसाह्वयं स्वानां दिदिषुः प्रययौ ज्ञातीनां निर्वृदाचयः यदद्यः शृणुयात् राजन् राज्ञां हर्यर्पितात्मनाम् आयुर्धनं यशः स्वस्ति गतिमैश्वर्यमाप्नुयात् श्रीहरये नमः श्रीहरये नमः इति श्रीमद्भागवते महापुराणे वैयासिक्याम् अष्टादशसहस्र्यां पारमहंस्यां संहितायां चतुर्थस्कन्धे प्रचेद उपाख्यानं नाम 31तमोऽध्यायः समाप्तोऽयं चतुर्थस्कन्धः। गोविन्द नाम संकीर्तनं गोविन्द गोविन्द।